മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ബോധം വന്നത് 3 മണി കഴിഞ്ഞിട്ടാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതെല്ലാം ആക്കി വെക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ കുഴിപ്പണിയാറാട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റവ പണിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് റവ വേണം. 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് റവ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കണം, കാരണം ഇത് സോക്കായാൽ കട്ടിയാവുമല്ലോ. ഇത്രയും മതി. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് അടച്ച് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാം. ഒരു ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. കുഞ്ഞതായിട്ട് അരിയണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് കൂടുതലാണ്, നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി അടുപ്പത്ത് വെക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. ബ്രൗൺ കളർ ആവണം, എപ്പോഴാ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മൊരിഞ്ഞു വരുള്ളൂ. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. കൂടെ കഴിക്കാൻ ഞാൻ തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് ചെറിയുള്ളി ഇട്ടു, അരിഞ്ഞത് ചെറിയുള്ളി ഇട്ടു. എന്നിട്ട് ഇഞ്ചി ഇട്ടു, ഒരു പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി വഴണ്ട് വരണം. ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വറ്റൽമുളക് ഈ കടുകിടില്ലേ, ആ സമയത്ത് വറ്റൽമുളക് ഇട്ടാലും മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇനി കടുക് താളിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കാം. നല്ല ചൂട് കട്ടൻ കാപ്പിയാട്ടോ. കാപ്പിയാണ് ഞങ്ങൾ ഇവിടെ ഇടാറ് ശർക്കര കൊണ്ട്. അപ്പോൾ ചൂട് കട്ടൻ കാപ്പിയും ഈ പനിയാരവും തക്കാളി ചമ്മന്തിയും സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അതെല്ലാം കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.